الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب. സമാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമദയാലുവും കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ ആജ്ഞാ നിയമനിർദ്ദേശങ്ങളെ പരമാവധി ജീവിതത്തിൽ പകർത്തി തഖ്വയുള്ളവരായി ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മുറാഹിമീനായ റബ്ബ് അവന്റെ സച്ചരിതരായ ദാസരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന്റെ ഏറ്റവും പഴകിയ ഒരു വിശേഷണം മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് എന്നുള്ളതാണ്. കൃത്യമായി ആ വിശേഷണവും ആ വ്യാഖ്യാനവും ബോധ്യമുള്ളവരും ആ വിശേഷണത്തോട് 100% നീതി പുലർത്തിക്കൊണ്ട് സമൂഹത്തിൽ ജീവിക്കുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. ദൈനംദിന ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന വിഭവങ്ങൾ ഒന്നിലധികം മനുഷ്യരുടെ അധ്വാനത്തിന്റെ ഫലമായി കൊണ്ടാണ് നമ്മുടെ പക്കലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം. ആ രൂപത്തിൽ സാമൂഹിക ജീവിയായി ജീവിതത്തെ സമീപിക്കുന്ന മനുഷ്യൻ ആ സമൂഹത്തിൽ ഒട്ടനവധി ബന്ധങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായി മനുഷ്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കുടുംബം എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ്. ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് വരണമെങ്കിൽ ജനിക്കണമല്ലോ. ജനനത്തോടെ അവൻ സ്ഥാപിക്കുന്ന പ്രഥമമായ ബന്ധമാണ് മാതാപിതാക്കളുമായി കൊണ്ടുള്ള ബന്ധം. ആ മനുഷ്യൻ പിന്നീട് വളർന്ന് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാണ് എങ്കിൽ, കുറച്ചുകൂടി വളർന്ന് ഇണയെ തേടുകയാണ് എങ്കിൽ, കുറച്ചുകൂടി വളർന്ന് സന്താന ഉൽപാദനം സംഭവിക്കുകയാണ് എങ്കിൽ, ആ സാമൂഹിക ജീവി എന്നുള്ള ആ അർത്ഥം കൂടുതൽ വ്യാപ്തമാവുകയും കൂടുതൽ വിപുലമായ ബന്ധങ്ങളിലേക്ക് മനുഷ്യൻ കടക്കുകയും ചെയ്യും. അത്തരത്തിൽ ഒട്ടനവധി ബന്ധങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടാണ് മനുഷ്യൻ അവന്റെ ജീവിതത്തെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ പറ്റി കൃത്യമായി അറിയുന്ന, എന്തിനധികം മനുഷ്യനെ തന്നെ കൃത്യമായി സംവിധാനിക്കുകയും ചെയ്തിട്ടുള്ള ലോകൈകനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യൻ ഇപ്രകാരം ജീവിതത്തെ സമീപിക്കേണ്ടി വരും എന്നുള്ള കൃത്യമായ ദർശനത്തോടു കൂടി തന്നെ അതിന് വേണ്ടിയുള്ള മാർഗദർശനങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെയും കൃത്യമായി പഠിപ്പിക്കപ്പെട്ടു വരുന്നു.
അങ്ങനെ കടന്നു പോകുന്ന മനുഷ്യ ജീവിതത്തിൽ ഒട്ടനവധി ബാധ്യതകൾ നാം ഏറ്റെടുക്കേണ്ടി വരാം. സംഘടനാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം, കുടുംബപരമായ, സാമൂഹികപരമായ, സുഹൃത്തുപരമായ ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നവർ എന്നുള്ള രൂപത്തിൽ തന്നെ ഒട്ടനവധി ബാധ്യതകളും ഒട്ടനവധി നിർദ്ദേശങ്ങളും ഏറ്റെടുക്കേണ്ടവരാണ് മനുഷ്യൻ. പലപ്പോഴും അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രയാസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാധ്യതകൾ ഏറ്റെടുക്കുമ്പോൾ മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് കൂടെ ഒരാൾ ഉണ്ടായിരുന്നിരുന്നുവെങ്കിൽ. വലിയ വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്ന സംഘടനാ പ്രവർത്തകർ, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, പലപ്പോഴും അത്തരത്തിലുള്ള മേഖലകളിലൂടെയെല്ലാം കടന്നു പോകുമ്പോൾ, കുടുംബത്തിൽ കല്യാണമായിക്കൊള്ളട്ടെ, അത്തരത്തിലുള്ള ബാധ്യതകളും അത്തരത്തിലുള്ള വലിയ വലിയ പരിപാടികളും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നാം വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കൂട്ടിനൊരാൾ ഉണ്ടായിരുന്നു എങ്കിൽ. ഈ ഭാരം ചുമക്കാൻ ഒരു ചുമലുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ കുറെ കൂടി എളുപ്പമാകുമായിരുന്നു എന്നുള്ള ചിന്ത പലപ്പോഴും പല സാഹചര്യത്തിലും നമ്മളെ നയിക്കാറുണ്ട്. കച്ചവടത്തിൽ ഏർപ്പെടുന്നവരാണ് അധികം ആളുകളും. പലതരത്തിലുള്ള കച്ചവടങ്ങളിൽ ഏർപ്പെടുമ്പോൾ പല സാഹചര്യങ്ങളിലും പല സന്നിഗ്ധ ഘട്ടങ്ങളിലും ആ സാഹചര്യം നമ്മോട് ആവശ്യപ്പെടുന്ന വലിയൊരു സംഗതിയുണ്ട്. ഈ ഒരു ബാധ്യതയെ അല്ലെങ്കിൽ ഈ ഒരു ദൗത്യത്തെ ഏറ്റെടുക്കാൻ, ഇതൊന്നുകൂടി വിഭജിച്ചു നൽകുവാൻ എന്റെ കൂടെ സഹായത്തിന് ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന പല രംഗങ്ങളും പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടും ഒന്ന് നമ്മൾ കണ്ണോടിക്കണം. നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതം, നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്ന പുതിയ ലോകക്രമത്തിലേക്കെല്ലാം നാം ചിന്ത നയിക്കേണ്ടതുണ്ട്. പലതരത്തിലുള്ള ദുഷ്വാർത്തകളുമാണ് ഓരോ ദിവസവും നമ്മെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം നാട്ടിൽ പിറന്നില്ല എന്നുള്ളതിന്റെ പേരിൽ വധിക്കപ്പെടുന്ന മനുഷ്യരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സംസാരിക്കുന്ന ഭാഷ മറ്റൊരുവൻ സംസാരിക്കുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ വിശ്വാസമല്ല അപരൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ പേരിൽ അറുകൊല ചെയ്യപ്പെടുന്ന വിശ്വാസികളുടെ, മനുഷ്യരുടെ എണ്ണം അധികരിച്ചുകൊണ്ടിരിക്കുന്നു. വല്ലാത്ത വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ ജീവിതം ഇങ്ങനെ നീന്തിപ്പോകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും അധികം ആശ്രയമായി, അവന് അത്താണിയായി അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്, അവനെ സഹായിക്കേണ്ടത്, അവനെ സംതൃപ്തിപ്പെടുത്തേണ്ടത് അവന്റെ രക്ഷിതാവിനെ പറ്റിയുള്ള ചിന്തയാണ് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന സുന്ദരമായ അധ്യായം നമ്മുടെ പരിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. ആ അധ്യായത്തിനൊരു ചരിത്രമുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എന്താണ് നിന്റെ രക്ഷിതാവ്, അല്ലെങ്കിൽ നീ പറയുന്ന ദൈവം എന്താണ്? ഞങ്ങൾ പറയുന്ന ദൈവത്തെ നീ നിഷേധിക്കുന്നുവല്ലോ, പുതിയ ഒരു ദൈവസങ്കല്പം നീ കൊണ്ടുവരുന്നുവല്ലോ, എങ്കിൽ പറയൂ മുഹമ്മദ്, എന്താണ് നിന്റെ ദൈവം? ആരാണ് നിന്റെ ദൈവം? ലോകം ആവശ്യപ്പെടുന്ന വലിയൊരു ചോദ്യമാണ് ആ ചോദ്യം. എന്താണ് ദൈവം? എന്തിനാണ് ദൈവം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനിയായി തീർന്നു എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ പറ്റി പറഞ്ഞു കൊടുക്കുവാൻ ദൈവം തന്നെ വെളിപാട് പറയേണ്ടതുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അള്ളാഹു ദിവ്യ വെളിച്ചം പകർന്നു കൊടുക്കുന്നു. പ്രവാചകൻ അത് ഓതിക്കേൽപ്പിച്ചു കൊടുക്കുന്നു. പ്രവാചകരെ, താങ്കൾ പറയുക, ഹുവല്ലാഹു അഹദ്. അവർക്ക് അറിയേണ്ടുന്ന അവരുടെ ദൈവം, ഈ ലോകത്തെ പടക്കുകയും സംവിധാനിക്കുകയും ചെയ്തിട്ടുള്ള അവരുടെ ദൈവം അഹദാകുന്നു, അവൻ ഏകനാകുന്നു. ലോകത്ത് ഒരു ദൈവവും അപ്രകാരം തന്നെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഒരു ശക്തിയും തന്നെ അപ്രകാരം വിശേഷിപ്പിക്കപ്പെട്ടിട്ടുമില്ല. അള്ളാഹു പഠിപ്പിക്കുന്നു, കുൽ ഹുവല്ലാഹു അഹദ്, അവൻ നിങ്ങളുടെ രക്ഷിതാവ്, അവൻ ഏകനാകുന്നു. വല്ലാഹു സ്വമദ്, എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്, അവന് എല്ലാവർക്കും അത്താണിയാണവൻ, സമതാകുന്നു. നമ്മൾ പ്രഥമമായി സൂചിപ്പിച്ച ആ ഘടകങ്ങളിലേക്ക്, ആ ചിന്തകളിലേക്ക് ഈ ആശയത്തെ കൂടി സന്നിവേശിപ്പിക്കേണ്ടതുണ്ട്.
നാം നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പലതരം പ്രയാസങ്ങൾ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന ഈ വേദനകൾ മറ്റൊരാളോട് പോലും പറയാൻ പറ്റാത്ത അത്രയും രൂക്ഷമാകുന്ന ചില സാഹചര്യങ്ങൾ, മാനസികമായി ശാരീരികമായി അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ എല്ലാ ആശ്രയവും അറ്റുപോകുന്ന ഒരു തോന്നൽ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ, വല്ലാത്തൊരു ഇരുട്ട് മൂടി വരുമ്പോൾ, വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു കേൾക്കേണ്ടുന്ന ആശ്രയ ഭവനമാണ്, ഗേഹമാണ് അള്ളാഹു എന്നുള്ള ചിന്ത. അവൻ അവിടെ ചിന്തിക്കുകയാണ്, ഹുവല്ലാഹു സ്വമദ്, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ വിശ്വാസമർപ്പിച്ചിട്ടുള്ള എന്റെ ദൈവം, എന്റെ രക്ഷിതാവ്, അവൻ സ്വമദാകുന്നു. എല്ലാവരുടെയും ബാധ്യത ഏറ്റെടുക്കുവാൻ സാധിക്കുന്ന രൂപത്തിൽ, എല്ലാവരുടെയും പ്രയാസങ്ങളെ ദൂരീകരിക്കുവാൻ സാധിക്കുന്ന രൂപത്തിൽ ശക്തനാകുന്നു ഞാൻ വിശ്വസിക്കുന്ന എന്റെ രക്ഷിതാവ് എന്നുള്ള ചിന്ത മനുഷ്യനെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകും. മനുഷ്യനെ അവന്റെ ജീവിതത്തിൽ നിർഭയത്വത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് വിശ്വാസികളോട് ഉണർത്തിയിട്ടുള്ളത്, മനുഷ്യ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുവാൻ സാധിക്കുന്ന ഒരേ ഒരു വചനം എന്നുള്ളത്, ഒരേ ഒരു കാര്യം എന്നുള്ളത് അള്ളാഹുവെ പറ്റിയുള്ള സ്മരണ ഒന്നു മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനുഷ്യ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നത്, ആത്യന്തികമായി അതിനെ തണുപ്പിക്കുന്നത് അള്ളാഹുവെ പറ്റിയുള്ള ചിന്ത ഒന്നു മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വിശ്വാസികളെ പഠിപ്പിക്കുന്നു. ആശ്വാസമാണ് എല്ലാവർക്കും വേണ്ടത്, സമാധാനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കൊല്ലുന്നവനും കൊല ചെയ്യപ്പെടുന്നവനും ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ നിർഭയത്വവും സമാധാനവുമാണ്. ഇസ്ലാം അതിനൊരു പോംവഴി പറഞ്ഞു കൊടുക്കുന്നു. എല്ലാവരും ഇൻസ്റ്റന്റായി പരിഹാരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പരിഹാരങ്ങൾ ലഭിക്കണം. മെനക്കെടാൻ ആർക്കും സമയമില്ല, ആരും തയ്യാറല്ല. എന്തൊരു പ്രയാസമുണ്ട് എങ്കിലും, എന്തൊരു പ്രതിസന്ധി ഉണ്ട് എങ്കിലും നിമിഷാർദ്ധങ്ങൾക്കുള്ളിൽ ആ പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇസ്ലാം പഠിപ്പിക്കുന്ന മരുന്ന് എന്നുള്ളത്, സമാധാനത്തെ തേടുന്ന ആളുകൾക്ക്, മനുഷ്യരാശിക്ക് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് കേവലം താൽക്കാലികമായ പരിഹാരങ്ങളല്ല, ഏതെങ്കിലും കുറച്ച് സമയത്തേക്ക് മാത്രം നീങ്ങി നിൽക്കുന്ന ഒരു സമാധാനമല്ല ഇസ്ലാം മനുഷ്യരാശിയോട് പഠിപ്പിക്കുന്നത്. ആത്യന്തികമായ സമാധാനമാണ്, ജീവിതാവസാനം വരെയും നിലനിന്നു പോകുന്ന സുന്ദരമായ സമാധാനത്തിന്റെ വർത്തമാനങ്ങളാണ്, ആശയങ്ങളാണ് അള്ളാഹുവിന് മനുഷ്യരാശിയോട് പറയാനുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. വിശ്വാസമാണ് അതിന് ആധാരമായി നിലനിൽക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക്, സന്നിഗ്ധ ഘട്ടങ്ങൾക്ക് വിഘാതമായി സമാധാനത്തിന്റെ കാരണമായി നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കേണ്ടത് നമ്മുടെ വിശ്വാസം ഒന്നു മാത്രമാണ് എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ആ ഭാഗം പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ച മനുഷ്യരെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പരിപൂർണമായി അള്ളാഹുവിന്റെ കീഴ്വഴക്കത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. വല്ലാത്തൊരു പ്രയോഗമാണത്. പരിപൂർണമായി അള്ളാഹുവിലേക്ക് നിങ്ങൾ കീഴടങ്ങിക്കൊള്ളുക. ആരെ വിളിച്ചിട്ടാണ് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചിരിക്കുന്ന മനുഷ്യരെ വിളിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്, പരിപൂർണമായും അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങിക്കൊണ്ട് നിങ്ങൾ അവന്റെ കീഴൊതുക്കത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അപ്പോൾ വിശ്വാസിയായി നിലനിൽക്കുമ്പോൾ തന്നെ പരിപൂർണമായും ആ വിശ്വാസത്തിലേക്ക്, ആ കീഴൊതുക്കത്തിലേക്ക് പ്രവേശിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാം, യാ അയ്യുഹല്ലദീന ആമനു, ആമനു, അല്ലയോ വിശ്വസിച്ച മനുഷ്യരെ, ആമനു, നിങ്ങൾ വിശ്വസിക്കുക. വളരെ ജാഗ്രതയോടുകൂടി ആ വചനങ്ങൾ നമ്മുടെ വായനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. പലപ്പോഴും മുസ്ലിം നാമം സ്വീകരിച്ചിട്ടുള്ള നമുക്ക്, മുസ്ലിം ഉമ്മയുടെയും മുസ്ലിം ഉപ്പയുടെയും മകനായി മകളായി ജനിച്ചു വീഴുകയും വളരെ നന്നേ ചെറിയ പ്രായത്തിൽ തന്നെ മതവിദ്യാഭ്യാസം ലഭിച്ചു എന്നുള്ളതിന്റെ കാരണത്താൽ ഈ വൃത്തത്തിൽ നിന്നു പോകുന്നവരാണ് ഞാനടക്കമുള്ള നമ്മൾ. എപ്പോഴെങ്കിലും നാം വിശ്വസിച്ചിട്ടുള്ള നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ഇഹപര ജീവിതത്തിൽ നമ്മെ സഹായിക്കേണ്ടുന്ന ആ വിശ്വാസങ്ങളെ ഇഴകീറി പരിശോധിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ആ വിഷയത്തെ പറ്റി?
എന്റെ വിശ്വാസത്തിൽ കടന്നുകൂടിയിട്ടുള്ള കലർപ്പുകളെ തിരിച്ചറിയുവാൻ, എന്റെ ആത്മീയ ജീവിതത്തിന്റെ സുഖകരമായ നിർവഹണത്തിന് എന്റെ വിശ്വാസം എന്നെ സഹായിക്കുന്നുണ്ടോ? നമ്മൾ ഇടക്ക് പരിശോധിക്കണ്ടേ? ഇഹലോകത്തുള്ള നമ്മുടെ കച്ചവടങ്ങൾ നമ്മൾ പരിശോധിക്കുന്നു, നമ്മളുടെ ആരോഗ്യം നമ്മൾ പരിശോധിക്കുന്നു, നമ്മുടെ ഇടപാടുകളും നമ്മുടെ ഇടപെടലുകളും നമ്മുടെ ബന്ധങ്ങളും നാം കൃത്യമായി പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? നമ്മുടെ ആദർശത്തെ, നാം വിശ്വസിക്കുന്ന നമ്മുടെ ആശയത്തെ അത്തരത്തിലുള്ള ഒരു പരിശോധനക്ക് നമ്മൾ വിധേയപ്പെടുത്തുന്നില്ല. ആ വിശ്വാസത്തിലേക്ക് കടന്നുകൂടിയിട്ടുള്ള മാലിന്യങ്ങളും അത്തരത്തിലുള്ള ജീർണതകളും ഒഴിവാക്കി കളയുവാൻ നമ്മുടെ വിശ്വാസ നവീകരണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അപ്രകാരം വിശ്വാസത്തെ നവീകരിക്കുമ്പോഴാണ് അള്ളാഹുവുമായി കൊണ്ടുള്ള ഒരു ബന്ധം, പുതിയ ബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നത്. എത്ര സുന്ദരമായി കൊണ്ടാണ് പ്രവാചകൻ അള്ളാഹുവുമായി ബന്ധപ്പെട്ടിരുന്നത്! എത്ര സുന്ദരമായി കൊണ്ടാണ് മുർസലുകൾ, അംബിയ മുർസലുകൾ അവരുടെ ആവശ്യങ്ങൾ അള്ളാഹുവോട് പറഞ്ഞിരുന്നത്! പരിശുദ്ധ ഖുർആൻ എത്രയോ ഭാഗങ്ങളിലാണ് മുർസലുകളുടെ, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു പോകുന്നത്. എത്ര സുന്ദരമായ പ്രാർത്ഥനകളാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ വലിയ കാരുണ്യങ്ങൾക്ക് വിധേയപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു. ഭൗതികതയും ആത്മീയതയും ഒരുപോലെ നൽകിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണ് അയ്യൂബ് നബിയെ എണ്ണപ്പെടാറുള്ളത്. വലിയ വിഭവങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അള്ളാഹുവിന്റെ പരീക്ഷണം നിമിത്തം ആ വിഭവങ്ങളിൽ തളർച്ച സംഭവിക്കുകയാണ്. ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അയ്യൂബ് നബിക്ക് സംഭവിച്ചിട്ടുള്ള പരീക്ഷണങ്ങളെ പറ്റി വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ബൈബിളിൽ ഇയ്യോബിന്റെ പുസ്തകം എന്നുള്ള ഒരു അധ്യായം, ഒരു ഭാഗം തന്നെ നമുക്ക് വായിക്കാൻ സാധിക്കും. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹുവിൽ നിന്നും സംഭവിച്ച പരീക്ഷണങ്ങളുടെ കഥകളാണ് അതിൽ പറയപ്പെടുന്നത്. പറഞ്ഞു വരുന്നത്, അങ്ങേയറ്റം തളർന്നുപോയി അയ്യൂബ് നബി. ശാരീരികം കൊണ്ടും മാനസികം കൊണ്ടും സാമ്പത്തികം കൊണ്ടും കുടുംബപരമായും സാമൂഹികപരമായും മുച്ചൂടും നശിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രൂപത്തിലേക്ക് അയ്യൂബ് നബിയെ അള്ളാഹു പരീക്ഷണ കാലയളവിൽ വിധേയപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങേയറ്റം ക്ഷീണിതനായ, അങ്ങേയറ്റം തകർന്നുപോയ അയ്യൂബ് നബിയുടെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പറയുന്നത് എത്ര സുന്ദരമായി കൊണ്ടാണ് അയ്യൂബ് നബി തന്റെ ആവശ്യം അള്ളാഹുവോട് നിർവഹിക്കുന്നത് എന്നുള്ളതാ. അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. സമ്പത്ത് പോയിട്ടുണ്ട്, സന്താനങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഉറ്റവരെല്ലാവരും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അധികാര സ്ഥാനങ്ങൾ എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെയും അയ്യൂബ് നബിക്ക് പറയാനുണ്ടായിരുന്ന ഒരേ ഒരു ആവലാതി എന്നുള്ളത് അന്നി മസ്സനിയൽ ദുർറു, എനിക്കിതാ ഉപദ്രവം ബാധിച്ചിരിക്കുന്നു. വഅൻത അർഹമുർ റഹീമീൻ, അല്ലാഹുവേ കരുണ ചൊരിയുന്നവരിൽ വെച്ച് ഏറ്റവും കരുണാവാരിധി നീയാണല്ലോ, എനിക്കിതാ രോഗം ബാധിച്ചിരിക്കുന്നു. ഒരു അടിമയും ഉടമയും തമ്മിലുള്ള ഏറ്റവും സുന്ദരമായ ബന്ധമാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ കാഴ്ചവെക്കുന്നത്. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നു. ആ പ്രാർത്ഥനക്ക് വേണ്ട പരിഹാരം അള്ളാഹു നൽകുന്നു. നഷ്ടപ്പെട്ടതിലും മികച്ചവ അയ്യൂബ് നബിക്ക് അള്ളാഹു മടക്കി നൽകുന്നതായി ഈ ആയത്തിനു ശേഷം സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയപ്പെട്ടു പോകുന്നുണ്ട്. നമ്മുടെ ബന്ധം, അള്ളാഹുവുമായി കൊണ്ടുള്ള നമ്മുടെ ബന്ധം ഏത് രൂപത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പരിശോധിക്കണ്ടേ? യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രവും പരിശുദ്ധ ഖുർആൻ പ്രാർത്ഥനാ രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട്. മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടു പോകുന്ന യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മുൻപിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും വ്യക്തമായി മനസ്സിലാക്കാത്ത അയ്യൂബ് നബിയുടെ പ്രാർത്ഥനയും പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വിശ്വാസികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അള്ളാഹു പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് എടുത്തെറിയപ്പെട്ട പരീക്ഷണ രംഗങ്ങളിലെല്ലാം വിജയിയായി കൊണ്ട് കടന്നു വരാൻ സാധിച്ചത് അള്ളാഹുവെ പറ്റിയുള്ള ഏറ്റവും നല്ല ചിന്ത ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. അതിന് ഏറ്റവും അധികം വേണ്ടത് യഖീനൻ സാദിഖ, സത്യസന്ധമായി അള്ളാഹുവിനെ അവലംബിക്കാൻ നമുക്ക് സാധിക്കണം. സത്യസന്ധമായി അള്ളാഹുവിനെ അവലംബിക്കാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. നാം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ അവലംബിക്കുന്ന രംഗങ്ങളെല്ലാം ഒന്നെടുത്ത് പരിശോധിക്കണം. എത്ര സത്യസന്ധത ആ വിഷയത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്.
എത്ര ആത്മാർത്ഥമായി കൊണ്ടുള്ള പ്രാർത്ഥനകൾ ആ വിഷയത്തിൽ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അടിമയും ഉടമയും അള്ളാഹുവും അവന്റെ ദാസനും തമ്മിലുള്ള ബന്ധത്തെ മനോഹരമായ ഒരു ഉപമ കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ആ ഭാഗത്ത് പറയുന്ന ഒരു പക്ഷിയെ ഉപമിച്ചുകൊണ്ടാണ് പറയുന്നത്. ഒരു പക്ഷിയെ പോലെയാണ് അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. ആ പക്ഷിയുടെ രണ്ട് ചിറകുകൾ, അതിലൊരു ചിറക് അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ഭയമാണ്. ആ പക്ഷിയുടെ മറ്റേ ചിറക് അള്ളാഹുവിലുള്ള അടങ്ങാത്ത പ്രതീക്ഷയാണ്. എന്നാൽ ആ പക്ഷിയുടെ ശിരസ് എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള കാരുണ്യത്തിന്റെ ആ ഖേദാരമാണ്. ആ പക്ഷിയുടെ ശിരസ് എന്ന് പറയുന്നത്. ആ പക്ഷി ഏത് രൂപത്തിലാണോ ഇരു ചിറകുകളും അടച്ച് ഈ വാതായനങ്ങളിലൂടെ പറന്നു പോകുന്നത്, അത്രയും സുന്ദരമായി കൊണ്ടുവേണം മനുഷ്യനും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തെ ക്രമീകരിക്കുവാനെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഭയമുണ്ടാകണം അള്ളാഹുവിനോട്, അതോടൊപ്പം തന്നെ അങ്ങേയറ്റം പ്രതീക്ഷയും ഉണ്ടാകണം അള്ളാഹുവോട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിലൂടെ പറയുന്നത്, വിശ്വാസികൾ അള്ളാഹുവോട് നടത്തുന്ന പ്രാർത്ഥനകളെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ വദ്ഉഹു ഖൗഫൻ വതമഅ, ഭയത്തോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവർ, വതമഅ, അങ്ങേയറ്റം അത്യാർത്തിയോടുകൂടി, ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാനുള്ള കൊതിയോടുകൂടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ സമീപിക്കുന്ന വിശ്വാസികൾ, അവരുടെ പ്രാർത്ഥനകളെ പറ്റി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് നമുക്ക് അള്ളാഹുവുമായി കൊണ്ടുള്ള ബന്ധം. പലതരം റിലേഷനുകൾ നമ്മൾ പരിശോധിക്കുന്നു, പലതരം ബന്ധങ്ങൾ നമ്മൾ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ പരിശ്രമിക്കുന്നു. ആ സാഹചര്യത്തിൽ അള്ളാഹുവുമായി കൊണ്ടുള്ള ബന്ധത്തിന്റെ പവിത്രതയും അതിന്റെ സൂക്ഷ്മതയും അതിൽ വന്നിട്ടുള്ള അപാകതകളും പരിഹരിക്കുവാൻ ഈ പുതുവർഷ സന്നിഗ്ധ ഘട്ടത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പുതിയൊരു വർഷം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പുതിയ ഒരുപാട് ചിന്തകൾ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ പല തീരുമാനങ്ങളിലേക്കും നമ്മൾ എടുത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെയെല്ലാം വളരെ ഗൗരവപൂർവം നാം ആലോചിക്കേണ്ടതും കൃത്യമായ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകേണ്ടതുമായ ഒരു രംഗമാണ് അള്ളാഹുവുമായി കൊണ്ടുള്ള ബന്ധം എന്നുള്ള വിഷയം. നമ്മുടെ ആദർശത്തിന്റെ കളങ്കരഹിതമായ അവസ്ഥ നിലനിർത്തിക്കൊണ്ടുപോകുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹുവോട് അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രതീക്ഷാ നിർഭരമായി കൊണ്ട് ജീവിതത്തെ സമീപിക്കേണ്ടതുണ്ട്. പലതരം പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പലതരം ആശങ്കകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പലതരം ചോദ്യചിഹ്നങ്ങൾ ജീവിതത്തിന് മുൻപിൽ ഇങ്ങനെ കീറാമുട്ടിയായി നിലകൊള്ളുമ്പോൾ, അള്ളാഹുവേ എന്നുള്ള ചിന്ത, അള്ളാഹുവേ എന്നുള്ള സ്മരണ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് ആ പ്രയാസങ്ങളെ തട്ടിമാറ്റുവാൻ, അതിൽ നിന്നെല്ലാം വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകുവാൻ വിശ്വാസികൾക്ക് സാധിക്കണം. ആ രൂപത്തിലാണ് പ്രവാചകന്മാരും സച്ചരിതരായ അള്ളാഹുവിന്റെ ദാസരും അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ സമീപിച്ചത് എന്നുള്ളത് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും ഇസ്ലാമിക ചരിത്രവും കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെയും ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ആദർശത്തിന്റെ പരിശോധന നാം കൃത്യമായ ഇടവേളകളിൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. ആ രൂപത്തിൽ കൃത്യമായി വിലയിരുത്തലുകൾക്ക് വിധേയപ്പെടുത്തി ആദർശത്തെ ക്രമീകരിക്കുവാനും വിശ്വാസത്തെ സംരക്ഷിക്കുവാനും നിർഭയത്വത്തോടുകൂടി ജീവിതത്തെ സമീപിക്കുവാനും നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളിൽ സച്ചരിതരായ ദാസരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പരമാവധി ജീവിതത്തിൽ പുലർത്തി തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു നമ്മേവരെയും അവന്റെ നല്ല ദാസരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തുടക്കങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്നവരാണ് വിശ്വാസികൾ. അതോടൊപ്പം തന്നെ അവസാനങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകേണ്ടവരുമാണ് വിശ്വാസികൾ. സാധാരണഗതിയിൽ നാം അവലംബിച്ചു പോരാറുള്ള കലണ്ടർ പ്രകാരം
പുതിയ ഒരു വർഷത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ആ വർഷത്തെ പ്രഥമ ജുമുഅ നമസ്കാരം നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് മഹത്തായ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുകയുമാണ്. പലപ്പോഴും പുതുവർഷം ആഘോഷങ്ങളുടെ വേളകളായി പരിണമിക്കപ്പെടാറുള്ളത് സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ നടക്കാറുള്ള ഒരു സംഗതിയാണ്. ഓരോ വർഷവും കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ഫെസ്റ്റിവലുകളും ആഘോഷങ്ങളും കടന്നു പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ കടന്നു വരാറുള്ള ഒരു കണക്ക് ആ ആഘോഷത്തിന്റെ ഭാഗമായി നാം ചിലവഴിച്ച സമ്പത്തിനെ പറ്റിയുള്ളതാണ്. പലപ്പോഴും അത് കേട്ടുവരാറുള്ളത് നമ്മുടെ നാട് കുടിച്ചു തീർത്ത മദ്യത്തിന്റെ കണക്കിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളാണ്. ആഘോഷങ്ങൾ മതിമറക്കുവാനും അതിരുവിടാനുമുള്ള ഇടങ്ങളായി മനുഷ്യർ ചിന്തിച്ചു പോരുന്നു എന്നുള്ളതാണ് ആധുനിക കാലം കേട്ടുകൊണ്ടിരിക്കുന്ന സംഗതികൾ. എല്ലാവിധ തോന്നിവാസങ്ങൾക്കും അനുവാദം നൽകപ്പെടുന്ന ഇടങ്ങളായി, സാഹചര്യങ്ങളായി ആഘോഷവേളകൾ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഓരോ പുതുവർഷവും വലിയ ആത്മീയ ചിന്തകൾക്ക് ഇടം നൽകേണ്ടുന്ന രംഗങ്ങളായിട്ടാണ് പരിണമിക്കേണ്ടത്. 365 ദിവസങ്ങളെ കണക്ക് കൂട്ടി ഒരു വർഷമായി പരിഗണിക്കുകയും ആ വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്നും കൊഴിഞ്ഞുപോയി എന്ന് ഉറപ്പാവുകയും ചെയ്യുമ്പോൾ എപ്രകാരമാണ് വിവേകമുള്ള മനുഷ്യർക്ക് ആഘോഷിക്കാനുള്ള മനസ്ഥിതിയിലേക്ക് അവർ കടന്നു വരുന്നത്? യാഥാർത്ഥ്യത്തിൽ നിന്നും ആ ചിന്തകളെയെല്ലാം തെറ്റിച്ചു വിട്ട് വെറും കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി, വെറും കമ്പോളങ്ങളായി കൊണ്ട് മനുഷ്യരെ ചിത്രീകരിക്കുവാനുള്ള കുത്തക മുതലാളിമാരുടെ പരിശ്രമ ഫലമായി കൊണ്ടാണ് ആഘോഷ രംഗങ്ങളെല്ലാം ഇത്തരത്തിലുള്ള കുത്തരങ്ങുകളായി മാറുന്നത്. എന്നാൽ ഒരു പുതുവർഷം കടന്നു വരുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ചിന്തകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ആ ദിനം, അല്ലെങ്കിൽ ആ ഒരു ആഘോഷം, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അവരിൽ നിന്ന് കടന്നു പോകേണ്ടത്. കടന്നുപോയ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ആ ഒരു വർഷത്തെ പറ്റിയുള്ള കണക്കെടുപ്പ് ഏതു വിഷയത്തിലെയും എന്നതുപോലെ ആത്മീയ രംഗത്തും കൃത്യമായി നടത്തുവാൻ നമുക്ക് സാധിക്കണം. മറ്റൊരു വലിയ ചിന്ത എന്നുള്ളത്, എന്റെ ജീവിതത്തിൽ നിന്നും അമൂല്യമായ ഒട്ടനവധി സമയങ്ങൾ ഇതാ കടന്നുപോയിരിക്കുന്നു. ആ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മുടെ വീട്ടിലെ ചുമരിൽ തൂക്കിയിട്ടുള്ള കലണ്ടർ മാറ്റി പുതിയ കലണ്ടർ നമ്മൾ സ്ഥാപിക്കാൻ. ഈ കലണ്ടറിൽ രേഖപ്പെടുത്തിയിരുന്ന 365 ദിവസങ്ങളും എന്റെ ജീവിതത്തിൽ നിന്നും കൊഴിഞ്ഞുപോയി. കഴിഞ്ഞ വർഷം എടുത്തുവെച്ച ചിത്രത്തിൽ എന്റെ തലമുടിയിൽ നരച്ചിരുന്ന മുടികളുടെ എണ്ണം വളരെ ശുഷ്കമായിരുന്നു. ഇന്നിതാ ആ ശുഷ്കമായിട്ടുള്ള മുടികൾ വർദ്ധിക്കുകയും എന്റെ തലമുടി പരിപൂർണമായും നരബാധിതമായ രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം തുടങ്ങിയപ്പോൾ ഞാൻ കഴിച്ചിരുന്ന മരുന്നുകളുടെ എണ്ണം ഇത്രയാണ്. ഇന്നിതാ പുതിയ ഒരു വർഷത്തിലേക്ക് ഞാൻ കടന്നു പോകുമ്പോൾ പുതിയ പല രോഗങ്ങളും എന്റെ ശരീരത്തിൽ തലപൊക്കി തുടങ്ങിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള മരുന്നുകൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഓടിയതുപോലെ, സഞ്ചരിച്ചതുപോലെ ഈ വർഷം സഞ്ചരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കഴിഞ്ഞ വർഷം കണ്ണടയില്ലാതെ പത്രം വായിച്ച എനിക്ക് ഇന്നിതാ ഈ പുതുവർഷത്തിൽ കണ്ണട കൂടാതെ പത്രം വായിക്കുവാൻ സാധിക്കുന്നില്ല. വലിയ അടയാളങ്ങളാണ് ശരീരം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞതുപോലെ, കഫാ ബിൽ മൗതി വാഇലൻ, ഏറ്റവും നല്ല ഉപദേശകനായി മരണം തന്നെ മതിയാകുന്നതാണ് മനുഷ്യന് എന്നുള്ള ഗൗരവകരമായ ചിന്തയാണ് നമ്മുടെ ശരീരം, നമ്മുടെ വയസ്സ്, നമ്മുടെ ആയുസ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ മരണമെന്നുള്ള അതിഗൗരവകരമായ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടുന്ന രംഗമാണ് പുതുവർഷ സന്ദർഭം എന്നുള്ളത്. ആ രംഗത്ത് ആ കടന്നു വരാനിരിക്കുന്ന വർഷം കൊഴിഞ്ഞുപോയ വർഷത്തേക്കാൾ കർമ്മോത്സുകമാക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി, പ്രതിജ്ഞാപരമായ മനസ്സോടുകൂടി ഓരോ ദിനത്തെയും നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണം. അതിനു മുന്നിൽ വന്നു വീഴുന്ന ഓരോ സാഹചര്യങ്ങളെയും, ഓരോ അവസരങ്ങളെയും പരമാവധി മുതലെടുപ്പോടുകൂടി സമീപിക്കുവാൻ നമുക്ക് സാധിക്കണം. ആവശ്യങ്ങൾ പറഞ്ഞൊരാൾ നമ്മെ സമീപിക്കുകയാണ് എങ്കിൽ ഒഴികഴിവുകൾ പറഞ്ഞു അവിടെ നിന്നും ഊരിപ്പോകാതെ കഴിയുന്ന സംഗതികളിൽ ഏർപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ ഖുർആനിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും നമ്മോട് സമീപിക്കുകയാണ് എങ്കിൽ സമയമില്ല കേട്ടോ,
നേരമില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മടക്കി അയക്കാതെ കഴിയുന്ന രൂപത്തിൽ അത്തരത്തിലുള്ള സാഹചര്യവുമായി സമരസപ്പെട്ടു കൊണ്ടുപോകുവാൻ, സഹകരിച്ചു കൊണ്ടുപോകുവാൻ വിശ്വാസികൾക്ക്, വിവേകമുള്ളവർക്ക് സാധിക്കേണ്ടതുണ്ട്. തെറ്റി നിൽക്കുന്ന കുടുംബാദികൾ നമ്മോടൊപ്പം ജീവിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ കൂടെയുള്ള ജീവിതം സുന്ദരമായി മുന്നോട്ട് പോകുവാൻ അല്പം വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടുപോലും ആ കുടുംബ ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ പുതുവർഷം നമ്മോട് കാണിക്കേണ്ടതുണ്ട്, സഹായിക്കേണ്ടതുണ്ട്. കച്ചവട രംഗത്ത് വന്നുപോയിട്ടുള്ള അധമമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും പുതിയ വർഷവും നാം തുടരുവാനാണ് തീരുമാനിക്കുന്നത് എങ്കിൽ പുതുവർഷം അത്തരത്തിലുള്ള ചിന്ത നമ്മെ സഹായിക്കുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായി പരിവർത്തനം ആവശ്യമുണ്ട് എങ്കിൽ, ഇസ്ലാഹ് നടപ്പിലാക്കേണ്ടതുണ്ട് എങ്കിൽ കച്ചവട രംഗത്ത് കൃത്യമായി അതിനെ നന്നാക്കിക്കൊണ്ട് അതിൽ വന്നിട്ടുള്ള ജീർണതകൾ മാറ്റിവെച്ചുകൊണ്ട് കച്ചവട രംഗം മനോഹരമായി കൊണ്ടുപോകുവാൻ കച്ചവടക്കാർക്കും അവരുടെ ജീവിതത്തിൽ സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ പരിപൂർണമായും നമ്മുടെ ആത്മീയ ജീവിതത്തെ സഹായിക്കുന്ന, പാരത്രിക വിജയത്തെ സഹായിക്കുന്ന ആ രൂപത്തിൽ ആത്മീയ ചിന്തകളെ ഉണർത്തുന്ന പുതുവർഷം ആഘോഷിക്കുവാൻ, മനസ്സിൽ അത് ചിന്തിക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ നമ്മുടെ രംഗങ്ങളെല്ലാം തന്നെ, നമ്മുടെ ആഘോഷ രംഗങ്ങളെല്ലാം തന്നെ അത്തരത്തിലുള്ള കാതലുള്ള ചിന്തകൾ കൊണ്ട് സമ്പന്നമാക്കുവാൻ വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ വിവേകമതികളായ ചിന്തിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ഒരു സഹോദരൻ, ഇരട്ടകളായിട്ടുള്ള 2 സഹോദരന്മാർ മാരകമായ രോഗത്തിന്റെ പിടിയിലമർന്നുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. അതിലൊരു സഹോദരൻ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു സഹോദരൻ അദ്ദേഹത്തിന്റെ ആ രോഗവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു സർജറിക്ക് നാളെ വിധേയപ്പെടുകയാണ്. ഈ കൂട്ടത്തിലും പല ആളുകളും അത്തരത്തിലുള്ള പല രോഗങ്ങളുമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു അത്തരത്തിൽ രോഗങ്ങളുടെ പീഡകൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് പരിപൂർണമായ ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗബീജങ്ങളിൽ നിന്നുമുള്ള പരിപൂർണമായ മുക്തി അള്ളാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും എളുപ്പത്തിൽ ആ കുടുംബത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് ആ സഹോദരന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ആ രോഗത്തിൽ വേദന അനുഭവിക്കുന്ന ബന്ധുമിത്രാദികൾക്ക് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ നമസ്കാരാനന്തരം നമ്മുടെ ഈ മഹല്ലിന്റെ ഒരു കളക്ഷനാണ് നടത്തപ്പെടുന്നത്. അള്ളാഹുവിന്റെ ഭവനത്തിന്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള, അതിന്റെ നല്ല രീതിയിലുള്ള നടത്തിപ്പിനു വേണ്ടിയുള്ള ആ ഉദ്യമത്തിൽ വിശ്വാസികൾ പരിപൂർണമായും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വന്നു കിട്ടുന്ന അവസരങ്ങൾ പരമാവധി മുതലെടുക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലതരം പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹുവേ, എല്ലാവിധ പ്രയാസങ്ങളും നീക്കി സമ്പന്നതയും സമാധാനവും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹുവേ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, അള്ളാഹുവേ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, നാളെ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടാനുള്ള സൗഭാഗ്യം അവർക്കും ഞങ്ങൾക്കും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, രഹസ്യത്തിലും പരസ്യത്തിലും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവേ ഞങ്ങളിൽ നിന്നും നീ വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, കഴിഞ്ഞുപോയ ഒരു വർഷം ഒരുപാട് തെറ്റുകൾക്ക് വേദിയായിട്ടുണ്ട് റബ്ബേ. അള്ളാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് ആ തെറ്റുകൾ ഞങ്ങളിൽ നിന്നും മായിച്ച് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, കഴിഞ്ഞ വർഷം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവർ ഇന്ന് ഞങ്ങളോടൊപ്പമില്ല പല ആളുകളും. അള്ളാഹുവേ, അവർക്ക് നീ നിന്റെ ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വരാനിരിക്കുന്ന ഈ ഒരു വർഷം ഏറ്റവും നല്ല രീതിയിൽ നിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാനും തെറ്റുകളിൽ നിന്നും പരമാവധി വിട്ടുനിൽക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا أجر والدنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.